ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. അങ്ങനെ രണ്ടുപേർ ഒരു മാരേജാണ്, നല്ല മാരേജ് നടക്കാൻ പോകുന്നായിരുന്നു. അതിലൊരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേൾക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല, ഒരുപാട് സാഡാണ്. ഇപ്പം എന്താ ചെയ്യുക, ഈ മാരേജിൽ ഞാൻ മുങ്ങണം എന്ന് പറഞ്ഞ് ആ കുട്ടി അവിടുന്ന് ഓടിപ്പോയായിരുന്നു. അങ്ങനെയായിട്ട് പിന്നെ അവിടുന്ന് ഇരുന്ന് മാരേജ് മാറ്റില്ല. ഒരു ഫോറിൻ ബോയിനെ ലവ് ചെയ്ത ഇന്ത്യൻ ഗേളാണ്. അങ്ങനെ അവിടുന്ന് ഓടിപ്പോയായിരുന്നു. വീട്ടുകാർക്ക് അമ്മക്കോ അച്ഛനൊക്കെ എല്ലാം ഓക്കെയാണ്, ഇവിടുന്ന് പോയ സമാധാനമായത്. അവർക്കും മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ അങ്ങനെയായിട്ട് അങ്ങനെ ഓടിപ്പോയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഓൾറെഡി ഏനിയിൽ വെച്ചായിരുന്നു. അങ്ങനെ അവിടുന്ന് ഓടിപ്പോയായിരുന്നു. അങ്ങനെയായിട്ട് അവർക്ക് സമാധാനം അറിയാതെ മാറി ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് മുടങ്ങിയായിരുന്നു. അങ്ങനെ അവരൊരു വഴക്കുണ്ടാക്കുക, നിങ്ങൾ എന്താ ചെയ്തത് ഏതാ ചെയ്തതെന്ന് പറയില്ല. അവർ വീട്ടുകാർ പറയായിരുന്നു. ആ വീട്ടിൽ അവർ പറയായിരുന്നു, അച്ഛനും നേരായിരുന്നു. എന്താ എനിക്കും ഇവിടെ അറിയില്ല. ആ പെണ്ണിന് ചേട്ടനും ആർക്കായിരുന്നു എൻ്റെ നടക്കുന്നത് ഓൾറെഡി കാര്യം അമ്മ പറഞ്ഞോളാന്ന് പറഞ്ഞായിരുന്നു. അത് ചെയ്യാൻ കഴിയില്ല. അതിലൊരു റൗഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ റൗഡി ഗ്രൂപ്പിൽ ഒരാളുണ്ടായിരുന്നു. ഹീറോയിൻ്റെ അമ്മീനും അല്ല, ആ പെണ്ണ് ഹീറോ അല്ല, ആ ആൻറ്റീൻ്റെ മകളെ മിരട്ടിയായിരുന്നു. എൻ്റെ മോളെന്ന് മാരേജ് ചെയ്യിക്കണം, നീ മാരേജ് ചെയ്യുന്നു അവരുടെ മിരട്ടിയായിരുന്നു. അങ്ങനെ അവർ എടുത്തുകൊണ്ട് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അങ്ങനെ അവനക്കും അവർക്കും മാരേജ് ആയി. അങ്ങനെ ആ കുട്ടി മാരേജ് ചെയ്യാൻ പോകുന്ന ചെക്കന് അവർ മാരേജ് കഴിച്ചായിരുന്നു. മിരട്ടിയിട്ട് അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങിയ അതെ. അങ്ങനെയായിട്ട് കപ്പിൾസ് രണ്ടുപേരും പോയി ഇൻഡ്യൂസേഴ്സ് മാരേജ് ആയി. കൊറിയൊക്കെ ഓടിപ്പോയി മാരേജ് കഴിച്ച് അവർക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർക്കൊരു ബോയ് ബേബി ജനിച്ചു. ജിയാൻ എന്ന പേരാണ്. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് വൈഫിൻ്റെ പേരാണ് എന്ന് പറഞ്ഞാൽ വൈഫും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തിലുള്ളതായിരുന്നു. അനു എന്ന പേരാണ് വൈഫിൻ്റെ പേര്. അനുക്ക് ഭയങ്കര ഹാപ്പി, അനുവാണ്. ജിയാൻ അനുവാണ്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ജിയാൻ പറയാൻ തുടങ്ങി, ഞങ്ങൾ രണ്ടുപേരും സിൻസിയർ ലവ് ചെയ്ത. അങ്ങനെ അവർക്ക് ഒരു ബേബി ജനിച്ചായിരുന്നു. ജിയാൻ ജംഗുക്ക് എന്ന പേരിട്ട് അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോയി ജനിച്ചായിരുന്നു. ഇന്ത്യയിൽ നല്ല ക്യൂട്ടായിരുന്നു ഹീറോയി പറയുന്നത്, അമ്മ എനിക്ക് പോകണം. ഹീറോയിൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി, എന്താ ഇവിടെ നടക്കുന്നത്, പറഞ്ഞേക്ക് പ്രിയ, ഇങ്ങനെ പറയാൻ പാടില്ല. അമ്മ ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പ്രിയ വഴക്ക് പറയുന്നു. പ്രിയൻ്റെ അമ്മ അച്ഛൻ എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത് പറ്റി പ്രിയ ഇങ്ങനെ വഴക്ക് പറയാം, അമ്മ പറഞ്ഞേക്ക്, എനിക്ക് ഫോറിൻ പോകണം എന്ന് ഹീറോയെ വഴക്ക് പറയാൻ. അച്ഛൻ ഫോറിൻ പറയുമ്പോൾ അച്ഛൻ വീട് ചേഞ്ച് ആയിരുന്നു. എന്നാലും 3 ചേട്ടൻ പറയാം, എന്താണ് പ്രശ്നം, ഇല്ലടാ എനിക്ക് ഫ്ലാഷ്ബാക്ക് ഓർമ്മ വന്നതാണ്. അങ്ങനെ ഹീറോയിൻ്റെ മമ്മിയെ ഓർക്കായിരുന്നു. അതെ, ഹീറോയിൻ്റെ അച്ഛൻ സാഡായിരുന്നു. അതെ, ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞേ. അങ്ങനെ അതിലൊരു ചേട്ടൻ പറഞ്ഞ രണ്ടുപേർക്ക് ഒരേ ഏജാണ്, ട്വിൻസാണ്. ഹീറോയിൻ്റെ അമ്മയാണ് വലുത്. അങ്ങനെയായിട്ട് ഫസ്റ്റ് അനിയനെ വിളിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ 3 ചേട്ടനാണ്, അതിലൊരു അനിയനാണ്, അത് ഹീറോയിൻ്റെ അച്ഛനാണ്. ചേട്ടനെ വിളിക്കും, ചിലപ്പോൾ അനിയത്തി വിളിക്കും. അവർ രണ്ടുപേരും ട്വിൻസാണ്. ഹീറോയിൻ്റെ അമ്മ പറയായിരുന്നു, വിഷമിക്കാണ്, നിങ്ങളെ ചേച്ചിനെ കണ്ടുപിടിക്കാം, പോടി അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ ഒരുപാട് സാഡായി അവിടുന്ന് പോയായിരുന്നു. ആ ഒരു ഡേയ്സ് പോയതിന് ഒരുപാട് വിഷമത്തിലുണ്ടായിരുന്നു. ഹീറോയി പറയുന്നു, അമ്മ എനിക്ക് കോളേജിൽ പോകാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്തോ, ശരി ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. ഹീറോയി ഡേയ്സ് പോകാൻ കോളേജിൽ പോയിരുന്നു. കോളേജ് കഴിഞ്ഞായിരുന്നു ഞാൻ ഫോറിൻ പഠിക്കാൻ പോകുന്നതിന് കൊറിയക്ക് വന്നായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനമ്മക്കും ടെൻഷനായിരുന്നു. ഇവളൊരു കോളേജ് പഠിക്കാൻ പോകുന്നതിന് എൻ്റെ എന്താ പറഞ്ഞ പഠിക്കാൻ പോകുന്നതന്നെ, 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഇവള് പറഞ്ഞു ഞാൻ കോളേജ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ അവിടെ ഫോറിൻ പഠിക്കും, മറിയാതെ പഠിച്ചു അച്ഛാ, ഞാൻ ഫോറിൻ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ഇവിടെ വന്ന് പ്രശ്നമാവും. ഹീറോയിനെ അങ്ങനെയായിട്ട് പറഞ്ഞു. അങ്ങനെ കൊണ്ട് ഹീറോയിൻ ജോലിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് കൊറിയക്ക് ഹീറോയി പോയായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ ചേച്ചിയും പോയായിരുന്നു കൊറിയക്ക്. അത് തന്നെ, ഹീറോയിൻ്റെ ചേച്ചീൻ്റെ പേരാണ് ചേച്ചി പറയുന്ന, എന്താടി പ്രശ്നം, ചേച്ചി ഞാനും കൊറിയക്ക് പോവാം. അങ്ങനെ ഹീറോയിൻ്റെ ചേച്ചിയും കൂടെ പോയി. ഹീറോയി പറഞ്ഞ ഒരുപാട് ഇഷ്ടമാണ്. ഹീറോയിനെ കൂടെ ചേച്ചി പറയുന്നത്, പ്രിയ ചേച്ചി നീ അങ്ങനെ നോക്കുന്നത്. ഹീറോയിൻ പറഞ്ഞ് ഞാൻ വിളിച്ചേ, ചേച്ചി എന്തടി പറഞ്ഞി ചേച്ചി, നമുക്ക് കോളേജിൽ പഠിക്കാം. ശരിയടി നീ പഠിച്ചോ, എനിക്കിവിടെ ജോലിയുണ്ട്, ഞാൻ ജോലി ചെയ്യാൻ പോവാം എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ പറഞ്ഞു, ചേച്ചി പഠിക്കായിരുന്നു മണ്ടി, എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ മറന്നുപോയോ, സോറി ചേച്ചി, ഇവിടെ വെച്ച് എന്താ ചെയ്യാം എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് എന്താ ചെയ്യുന്നത് ചേച്ചി ഒരുപാട് ടെൻഷനായിരുന്നു. ഹീറോയിൻ്റെ ചേച്ചി ഞാൻ പോകാൻ പറഞ്ഞു. ഹീറോയിൻ്റെ ചേച്ചി ഡ്രൈവ് ചെയ്ത് പോയായിരുന്നു ഓഫീസിലേക്ക്. അതെ, ജംഗുക്ക് ഒരു ആടലാണ്. അങ്ങനെയായിട്ട് ഐഡലാണ് ജംഗുക്ക്. അങ്ങനെയായിട്ട്
ഹീറോയിൻ പറഞ്ഞു ഹീറോയിൻ്റെ ചേച്ചി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാന്ന്. അതെ, ജോലി ചെയ്യാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, എന്ത് മച്ചി നീ കോളേജ് ജോയിൻ ചെയ്ത് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഓൾറെഡി സെറ്റിലായതാ. ഹീറോയിൻ പറയുന്നു, എൻ്റെ കാര്യം. അത് മാത്രമല്ല ഒരു കാര്യമുണ്ട്. എന്താ? എൻ്റെ ചേച്ചിയും ടീച്ചറായി മാറിയടി എന്ന് ഹീറോയിൻ ചേച്ചി പറയുന്നു. ഹീറോയുടെ ഷോക്കായിരുന്നു. എന്താടി ഈ പറഞ്ഞത്? അതെ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചറാണ് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു ഹീറോയിൻ. ഷിയക്കായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട്. എന്ത് മച്ചി ടീച്ചറാ? അതെ, ടീച്ചറേ പഠിച്ചോളാം, ഒരു പ്രശ്നമില്ല പറഞ്ഞു, ഇപ്പോൾ ടീച്ചറാ എന്ന് പറഞ്ഞു ഹീറോയിൻ ചിരിക്കുമായിരുന്നു. ഹീറോയിൻ ഫ്രണ്ട് ഇത് ടീച്ചറാ? അത് മാത്രമല്ലടി എൻ്റെ ചേച്ചിയും ഓൺലൈൻ ക്ലാസ് പഠിക്കുക ജോബ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവിടെ ചുമ്മാ എനിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. ഓക്കെ എന്നാൽ ഹീറോയിൻ ചിരിക്കുകയായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട്. പോടി അങ്ങനെയൊന്നും പറയണ്ടെന്ന് ഹീറോയിൻ ജോലിയിലും ചെയ്യുന്നു. ജങ്കൊക്കെ ഒരു ദിവസം കോളേജിൽ വന്നായിരുന്നു. കോളേജിലേക്ക് വന്നായിരുന്നു ജങ്കൊക്ക്. ഇങ്ങനെയുള്ള ഫാൻസ് ഗേളിനെല്ലാം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹീറോയിൻ്റെ ചേച്ചി പറഞ്ഞ കോളേജിൽ പഠിക്കാനും പിന്നെ സ്പെഷ്യൽ ക്ലാസ് പഠിക്കാനും ചേച്ചി പറയുന്നു. അമ്മ പറഞ്ഞു നീ പഠിച്ചോ എന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞു പോയിരുന്നു. ഹീറോയിൻ ഇത് പഠിക്കായിരുന്നു, മതി ടീച്ചർ പറഞ്ഞു പഠിക്കാന്ന്. ഹീറോയിൻ ചേച്ചി വേണ്ട എന്ന് പറഞ്ഞു. ഹീറോയിൻ ചേച്ചി വേണം ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഹീറോയിൻ ചേച്ചി വന്ന് ഹാക്ക് ചെയ്തായിരുന്നു. എന്ത് ചേച്ചി വീട്ടിൽ സുമ്മാ 7 പേർ വന്നിട്ട് സ്റ്റേജ് സംസാരിക്കുക. ഹീറോയിൻ വന്നു, ചേച്ചി എന്ത് പ്രശ്നം? ഒന്നുമില്ലടി, എന്ത് പ്രശ്നം എന്ന് പറയായിരുന്നു. ഇതിന് ഹീറോയിൻ ചേച്ചി സംസാരിക്കായിരുന്നു. അപ്പോൾ യഥാർത്ഥ ജിന്നൊക്കെയായിരുന്നു. ഹീറോയിൻ്റെ ചേച്ചി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതേമാതിരി ബ്ലാക്ക് സാരി എടുത്തായിരുന്നു. ഈ ഫോട്ടോത്തിൽ മാറി സാരി എടുത്തായിരുന്നു. ഹീറോയിൻ്റെ ചേച്ചിനെ കണ്ട് മൊത്തത്തിൽ ഫ്ലാറ്റായി പോയി. വാ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ജിൻ വെച്ച് കണ്ണെടുക്കാതെ സൈറ്റ് അടിക്കായിരുന്നു. അങ്ങനെ ജിന്നു ഓക്കെ ഇവിടെ എനിക്ക് ആളെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഹീറോയിൻ്റെ ചേച്ചീൻ്റെ ഫോട്ടോ എടുത്ത് അവിടുന്ന് പോയായിരുന്നു. അങ്ങനെ ജങ്കൊക്കെ ഹീറോയിനെ കണ്ടപ്പോൾ ജങ്കൊക്കെ അട്രാക്റ്റ് ആയിരുന്നു. ജങ്കു ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയും ചേച്ചിയും കൂടി ഇന്ന് ജോലി ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ട് ഹീറോയി പഠിച്ചിട്ട് ശരി ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു.